പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ക്രോയിലർ കോഴികൾ എന്നുള്ളതാണ്. 1990കളിൽ ഹരിയാനയിലെ കെഗ് ഫാം ഹാച്ചറിയാണ് ഈ കോഴികളെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ബ്രോയിലർ പൂവൻ, റെഡ് ഐലൻഡ് റെഡ് പെട, വൈറ്റ് ലഗോൺ പൂവൻ എന്നീ കോഴികളെ സങ്കര പ്രജനനത്തിലൂടെയാണ് ഈ കോഴിയെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇറച്ചി ആവശ്യത്തിനും മുട്ട ഉൽപ്പാദനത്തിനും ഇവയെ ഉപയോഗിക്കാം. സമീകൃത തീറ്റ നൽകിയും മിച്ച ഭക്ഷണം നൽകിയും ഇവയെ വളർത്താം. അതുപോലെ കൂടുകളിൽ അടച്ചിട്ടും പുറത്ത് അഴിച്ചുവിട്ടും വളർത്താൻ കഴിയും. ഇറച്ചി ആവശ്യത്തിനായിട്ടാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന പാക്കറ്റിൽ വരുന്ന തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ 2.5 മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു കോഴിക്ക് 2.5 കിലോ മുതൽ 3 കിലോ വരെ ശരീരഭാഗം വരുന്നുണ്ട്. ഹരിയാനയിലും മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രചാരം ലഭിച്ച ഇവയെ കൂടുതലായിട്ട് വളർത്തുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളായ നൈജീരിയയും കെനിയയുമൊക്കെയാണ്. ഈ അടുത്ത കാലത്താണ് കേരളത്തിൽ ഇവയെ കണ്ടുവരുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് കേരളത്തിലേറെ പ്രചാരം നേടിയ കോഴികളാണ് ക്രോയിലർ കോഴികൾ. കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന കോഴി ഇനങ്ങളുമായിട്ട് സാമ്യമുള്ളതിനാൽ നാടൻ കോഴികൾ എന്ന നിലയിലാണ് ഇവയെ കൂടുതലായിട്ട് വിറ്റ് വരുന്നത്. പ്രത്യേകതകൾ നമ്മൾ നോക്കുവാണെങ്കിൽ പല നിറത്തിലുള്ള തൂവലുകളാണ് ഇവയ്ക്കുള്ളത്. കറുപ്പ്, തവിട്ട്, ചാര, വെള്ള കലർന്ന നിറം തുടങ്ങിയവയാണ് ഇവയുടെ കളറുകൾ. ഇവയുടെ മുട്ടയ്ക്കും നാടൻ കോഴിയുടെ തവിട്ട് നിറം തന്നെയാണുള്ളത്. മറ്റ് അത്യുൽപാദന ശേഷിയുള്ള കോഴിയേക്കാൾ കൂടിയ രോഗപ്രതിരോധ ശേഷിയാണ് ഇവയ്ക്കുള്ളത്. നാടൻ കോഴിയിറച്ചി എന്ന പേരിൽ കിലോയ്ക്ക് 150 മുതൽ 200 രൂപ വരെ പൊതുവിപണിയിൽ വിൽക്കപ്പെടുന്നുണ്ട്. ഈ കോഴികളെ അടച്ചിട്ടും പൂർണ്ണമായിട്ട് തുറന്നു വിട്ടും നമുക്ക് ഹൈടെക് കൂടുകളിലും വളർത്തിയെടുക്കാവുന്നതാണ്. ഇവയ്ക്ക് കൊടുക്കുന്ന തീറ്റയോടൊപ്പം കൃത്യമായിട്ട് സപ്ലിമെൻറ്റ്സും കൊടുക്കണം. എന്നാലേ നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. നാടൻ കോഴിയുടെ അത്ര രോഗപ്രതിരോധ ശേഷി ഇവയ്ക്കില്ല. എന്നിരുന്നാലും നല്ല രീതിയിൽ നമ്മൾ സപ്ലിമെൻറ്റ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ കോഴികളിൽ നിന്ന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. നിലവിൽ ഇറച്ചി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കോഴികളെ വളർത്തുന്നത്. ക്രോയിലർ കോഴികൾ വളർത്തുന്നത് കൊണ്ട് ലാഭകരമാണോ? ഒരു ദിവസത്തെ തീറ്റ ചിലവ് എത്ര? ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഈ ചാനൽ ആൾറെഡി ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനെ കീപ്പ് വാച്ചിങ് തിങ്ബാത്വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ തിങ്ബാത്വേ സൈനിങ് ഔട്ട്.